2015 ഒക്ടോബർ 14 ഓസ്ട്രേലിയയിലെ മെൽബണിൽ ഒരു മരണം നടക്കുന്നു. മലയാളിയായ 33 വയസ്സുകാരനായ സാം എബ്രഹാം ആയിരുന്നു മരിച്ചത്. മെൽബണിൽ നിന്നും ഏതാണ്ട് 18 കിലോമീറ്റർ ദൂരെയുള്ള എപ്പിംഗ് എന്ന പട്ടണത്തിൽ ഭാര്യ സോഫിയയും 6 വയസ്സുള്ള മകനുമായി താമസിക്കുകയായിരുന്നു സാം എബ്രഹാം. ഒക്ടോബർ 13 ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും സാമിന് യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ലായിരുന്നു. അടുത്ത ദിവസം, അതായത് ഒക്ടോബർ 14 രാവിലെ സോഫിയ എണീറ്റപ്പോൾ കണ്ടത് വായിൽ നിന്ന് നുരയും പതയും വന്ന് അനക്കമില്ലാതെ കിടക്കുന്ന സാമിനെയാണ്. ഉടൻ തന്നെ സോഫിയ എമർജൻസി നമ്പറിൽ വിവരമറിയിച്ചു. സോഫിയയുടെ നിലവിളി കേട്ട് അയൽക്കാർ ആ വീട്ടിലേക്ക് ഓടിയെത്തി. വായിൽ നിന്ന് നുരയും പതയും രക്തവും വന്ന് താടിയിൽ കൂടിപ്പോയ അവസ്ഥയിലായിരുന്നു സാം ഉണ്ടായിരുന്നത്. 15 മിനിറ്റിനുള്ളിൽ മെഡിക്കൽ ടീം ആ വീട്ടിലെത്തി. അവർ സാമിനെ പരിശോധിച്ചപ്പോൾ നേരത്തെ തന്നെ മരണം സംഭവിച്ചു എന്ന് മനസ്സിലാക്കി. ഹൃദയാഘാതമായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. സാമിന്റെ മരണം നടന്ന 9 മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ മരണത്തിലെ ദുരൂഹതകൾ മറനീക്കി പുറത്തു വന്നത്. എന്താണ് സാം എബ്രഹാമിന് സംഭവിച്ചത്? ഇന്ന് നമ്മൾ സാമിന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹത എന്താണ് എന്ന് നോക്കാൻ പോവുകയാണ്. വെൽക്കം ടു ക്രൈം ഫോളിയോ. ഒക്ടോബർ 16 തന്നെ സാമിൻ്റെ ഡെഡ് ബോഡി കേരളത്തിലെത്തി. ഒപ്പം സോഫിയയും മകനും ഉണ്ടായിരുന്നു. തൻ്റെ മകൻ്റെ ചേതനയേറ്റ ശരീരം വീട്ടിലെത്തുമ്പോൾ സാമിൻ്റെ പേരൻസിന് ഒന്ന് പൊട്ടിക്കരയാനുള്ള ആരോഗ്യം പോലും ഉണ്ടായിരുന്നില്ല. ചെറുപ്രായത്തിൽ തന്നെ വിധവയായ സോഫിയയുടെയും അച്ഛൻ നഷ്ടപ്പെട്ട പേരക്കുട്ടിയുടെയും വിഷമം അവരെ ഒന്നുകൂടെ തളർത്തി. സാം മരണപ്പെട്ട 10ാമത്തെ ദിവസം തന്നെ സോഫിയയും മകനും ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറെടുത്തു. കാരണം അവർക്കവിടെ ജോലിയുള്ളതാണ്. അതിനാൽ അധിക നാൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജോലി നഷ്ടപ്പെടും. അതുമാത്രമല്ല, മകൻ പഠിക്കുന്ന സ്കൂളിലും അധിക നാൾ അവധി പറയാൻ കഴിയില്ല. അതിനാൽ അവർക്ക് തിരിച്ചു പോയേ മതിയാവൂ. അങ്ങനെ ഓസ്ട്രേലിയയിൽ തിരിച്ചെത്തിയ സോഫിയയും മകനും പതിയെ പതിയെ ജോലിയും സ്കൂളും എല്ലാമായി അവരുടെ തിരക്കുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു. എന്നാൽ എത്ര തിരക്കാണെങ്കിൽ പോലും എല്ലാ ശനിയാഴ്ചയും സോഫിയ സാമിൻ്റെ പേരൻസിനെ ഫോൺ വിളിച്ച് സംസാരിച്ചിരുന്നു. 2016 ജൂലൈ മാസത്തിൽ ഒരു ശനിയാഴ്ച സോഫിയയുടെ ഫോൺ കോൾ വരാത്തതിനെ തുടർന്ന് സാമിൻ്റെ പാരൻസ് വല്ലാത്ത ആശങ്കയിലായി. എന്നാലും സോഫി എന്തെങ്കിലും തിരക്കിൽപ്പെട്ടതായിരിക്കും, അതുകൊണ്ട് അടുത്ത ആഴ്ച എന്തായാലും വിളിക്കുമെന്ന് അവർ സമാധാനിച്ചു. പക്ഷേ അടുത്ത ആഴ്ചയും സോഫിയ കോൾ ചെയ്തില്ല. ഇതോടെ സാമിൻ്റെ പാരൻസ് മെൽബണിൽ താമസിക്കുന്ന സോഫിയയുടെ സഹോദരി സോണിയയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി. സോണിയ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സാമിൻ്റെ പാരൻസ് ഞെട്ടിത്തരിച്ചുപോയി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഫിയ ജയിലിലാണെന്നും സാമിനെ കൊലപ്പെടുത്തിയത് സോഫിയയാണെന്ന് പോലീസ് കണ്ടെത്തി, അതുകൊണ്ടാണ് അവളെ അറസ്റ്റ് ചെയ്തതെന്നും സോണിയ പറഞ്ഞു. ഈ വാർത്ത സാമിൻ്റെ മാതാപിതാക്കൾക്ക് വല്ലാത്ത വിഷമമുണ്ടാക്കി. തങ്ങളുടെ മകനും മരിച്ചു, മരുമകൾ ഇപ്പോൾ ജയിലിലാണെന്ന് പറയുന്നു. അപ്പോഴാണ് സാമിൻ്റെ അച്ഛൻ മറ്റൊരു കാര്യം ഓർത്തെടുത്തത്. എല്ലാ വെക്കേഷനും സാം നാട്ടിലെത്തുമ്പോൾ വളരെ സന്തോഷവാനായിട്ടായിരുന്നു കാണാറ്. എന്നാൽ കഴിഞ്ഞ വെക്കേഷൻ അങ്ങനെ ആയിരുന്നില്ല. സാമിൻ്റെ മനസ്സിനെ എന്തോ അലട്ടിക്കൊണ്ടിരുന്നതായി അച്ഛന് തോന്നിയിരുന്നു. കാര്യം അന്വേഷിച്ചപ്പോൾ സാം ഒന്നും വ്യക്തമായി പറഞ്ഞതുമില്ല. പക്ഷേ അവധി കഴിഞ്ഞ് സാം തിരിച്ചു പോകാറായപ്പോൾ അച്ഛനോടും ബന്ധുക്കളിൽ ചിലരോടും ഒരു കാര്യം പറഞ്ഞിരുന്നു. അടുത്ത തവണ ചിലപ്പോൾ ഞാൻ ശവപ്പെട്ടിയിലായിരിക്കും തിരിച്ചു വരിക. അങ്ങനെ ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ ശരീരം മുത്തശ്ശനെ അടക്കം ചെയ്തതിൻ്റെ തൊട്ടടുത്തായി അടക്കം ചെയ്യണം. ഇങ്ങനെ പറഞ്ഞിട്ടാണ് സാം ഓസ്ട്രേലിയയിലേക്ക് പോയത്. അത് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ സാമിൻ്റെ മരണവാർത്തയാണ് എല്ലാവരും കേട്ടത്. ഓസ്ട്രേലിയൻ പോലീസ് സോഫിയെ അറസ്റ്റ് ചെയ്യാൻ 9 മാസം എടുത്തു. പ്രതികൾക്ക് ഒരിക്കലും കേസിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം എല്ലാ തെളിവുകളുമായി അവരെ പൂട്ടുക, ഇതുമാത്രമായിരുന്നു പോലീസിൻ്റെ ലക്ഷ്യം. അതവർ കൃത്യം 9 മാസം കൊണ്ട് നടപ്പിലാക്കുകയും ചെയ്തു. കൊല്ലം ജില്ലയിലെ പുനലൂരിനടുത്തുള്ള കരവാളൂർ എന്ന സ്ഥലത്താണ് സാം എബ്രഹാം ജനിച്ചു വളർന്നത്. സാമിൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് സോഫിയയുടെയും വീടുണ്ടായിരുന്നത്. ചെറുപ്പം മുതൽ തന്നെ ഒരുമിച്ച് കളിച്ചു വളർന്നവരായിരുന്നു ഇരുവരും. അതുപോലെ സ്കൂൾ കോളേജ് പഠനവും അവർ ഒരുമിച്ച് തന്നെയായിരുന്നു. പതിയെ പതിയെ ഇരുവരുടെ ആ ഒരു അടുപ്പം പ്രണയമായി മാറി. 2003 ഡിഗ്രി പൂർത്തിയാക്കുമ്പോഴേക്കും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് ഇരുവരും എത്തിച്ചേർന്നിരുന്നു. എന്നാൽ നല്ലൊരു ജോലി കണ്ടെത്തണമെങ്കിൽ ഡിഗ്രി മാത്രം പോരാ എന്ന് മനസ്സിലാക്കി ഇരുവരും വിവാഹം കഴിക്കാനുള്ള തീരുമാനം നീട്ടിവെച്ച് ഹയർ സ്റ്റഡീസിന് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് സാം എബ്രഹാം MBA ചെയ്യുന്നതിനായി തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലേക്കും സോണിയ PG ചെയ്യുന്നതിനായി കോട്ടയത്തെ MG യൂണിവേഴ്സിറ്റിയിലേക്കും എത്തിയത്.
അപ്പോഴും ഫോൺ കോളുകളിലൂടെയും അവധിക്ക് നാട്ടിലെത്തുമ്പോഴും നേരിൽ കണ്ടവർ ബന്ധം നല്ല രീതിയിൽ തുടർന്നു പോയിക്കൊണ്ടിരുന്നു. 2005 പഠനം പൂർത്തിയാക്കിയ ശേഷം ഇരുവരും വീണ്ടും നാട്ടിലെത്തി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ രണ്ടാളും ചെറിയ ചില ജോലികൾ കണ്ടെത്തി. ഇതോടെ വിവാഹം കഴിക്കണമെന്നുള്ള അവരുടെ ആഗ്രഹങ്ങൾക്ക് വീണ്ടും ജീവൻ വെച്ചു. ഇരുവരും അവരവരുടെ വീടുകളിൽ കാര്യം അവതരിപ്പിച്ചു. രണ്ട് കുടുംബങ്ങളും പരിചയക്കാരായിരുന്നതുകൊണ്ട് തന്നെ വിവാഹത്തിന് എതിർപ്പുണ്ടാവില്ല എന്നാണ് സാമും സോഫിയയും കരുതിയിരുന്നത്. എന്നാൽ സാമിൻ്റെ അച്ഛൻ ഈ ബന്ധത്തെ എതിർത്തു. എനിക്ക് സോഫിയയെ നന്നായി അറിയാമെന്നും അവൾ നമ്മുടെ കുടുംബവുമായി ഒത്തുപോവില്ല എന്നും പറഞ്ഞ് അദ്ദേഹം സാമിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇതറിഞ്ഞ സോഫിയ സാമിൻ്റെ അച്ഛന് മുന്നിലെത്തി തനിക്ക് സാമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നും അവനെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞ് കരഞ്ഞപേക്ഷിച്ചു. അതിനുശേഷം മാത്രമാണ് സാമിൻ്റെ അച്ഛൻ വിവാഹത്തിന് സമ്മതിച്ചത്. അങ്ങനെ 2008 ക്രിസ്തീയ ആചാരപ്രകാരം ഇരുവരും വിവാഹിതരായി. 1 വർഷത്തിന് ശേഷം അവർക്കൊരു ആൺകുട്ടിയും ജനിച്ചു. എല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാമിന് ഒമാനിലുള്ള ലുലു എക്സ്ചേഞ്ചിൽ ജോലി ലഭിക്കുന്നത്. ഇതോടെ സോഫിയയും മകനെയും പിരിഞ്ഞ് സാം ഒമാനിലേക്ക് ജോലിക്ക് പോയി. അതേസമയം തന്നെ സോഫിയയ്ക്ക് ബാംഗ്ലൂരിൽ കുറച്ചുകൂടി നല്ല ജോലി ലഭിച്ചതിനെ തുടർന്ന് സോഫിയയും മകനും ബാംഗ്ലൂരിലേക്ക് താമസവും മാറ്റി. ഓരോ തവണയും സാം അവധിക്ക് വരുമ്പോൾ നേരെ ബാംഗ്ലൂരിലേക്കാണ് പോകാറുള്ളത്. അതിനുശേഷം അവരൊന്നിച്ച് കൊല്ലത്തേക്ക് വരും. ഇതേ രീതിയിൽ 3 വർഷങ്ങൾ കടന്നുപോയി. തനിച്ചുള്ള ജീവിതം രണ്ടുപേർക്കും അടുത്തു തുടങ്ങി. അങ്ങനെയാണ് സോഫിയയും മകനെയും ഒമാനിലേക്ക് കൊണ്ടുപോകാൻ സാം തീരുമാനിച്ചത്. പക്ഷേ അവിടെ നിന്നുമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. സാം ഇത്ര തന്നെ നിർബന്ധിച്ചിട്ടും സോഫിയ ഒമാനിലേക്ക് പോകാൻ തയ്യാറായില്ല. അവൾ തിടുക്കപ്പെട്ട് ഓസ്ട്രേലിയയിൽ മറ്റൊരു ജോലി കണ്ടെത്തി. സോഫിയയുടെ സഹോദരി സോണിയ ഓസ്ട്രേലിയയിൽ നേഴ്സായി ജോലി ചെയ്യുന്നുണ്ട്. അവളുടെ സഹായത്തോടെയാണ് സോഫിയ പുതിയ ജോലി കണ്ടെത്തിയതും ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തീരുമാനിച്ചതും. എന്നാൽ സാമിന് സോഫിയ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇരുവരും പിരിഞ്ഞാണ് താമസിക്കുന്നത്. സോഫിയ ബാംഗ്ലൂരിലായിരിക്കുമ്പോൾ സാമിന് ഒമാനിൽ നിന്നും വെക്കേഷന് വന്നു പോകാൻ എളുപ്പമായിരുന്നു. ഓസ്ട്രേലിയയിലേക്ക് സാമിന് യാത്രാച്ചെലവും ദൂരവും എല്ലാം കൂടും. അതിനാലാണ് അദ്ദേഹം സോഫിയയുടെ തീരുമാനത്തെ എതിർത്തത്. അവസാനം എല്ലാ എതിർപ്പുകളും അവഗണിച്ച് 2012 സോഫിയ അവളുടെ 3 വയസ്സുള്ള മകനുമായി ഓസ്ട്രേലിയയിലെ മെൽബണിലേക്ക് താമസം മാറ്റുകയും പുതിയ ജോലിക്ക് പോയി തുടങ്ങുകയും ചെയ്തു. കുറച്ചു മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഇതേ സമയം ഒമാനിലുള്ള സാം എബ്രഹാം ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. കാരണം ഒമാനിൽ സാം ജോലി ചെയ്യുന്ന ലുലു എക്സ്ചേഞ്ചിൻ്റെ ഒരു ബ്രാഞ്ച് മെൽബണിലും പ്രവർത്തിക്കുന്നുണ്ട്. അവിടേക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയാണെങ്കിൽ കുടുംബത്തോടൊപ്പം ഒന്നിച്ച് ജീവിക്കാമെന്ന് മാത്രമേ സാം ചിന്തിച്ചിരുന്നുള്ളൂ. പക്ഷേ ആ തീരുമാനം തൻ്റെ ജീവൻ അപഹരിക്കുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. 2013 തുടക്കത്തിൽ സാം എബ്രഹാമിന് ഒമാനിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചു. അങ്ങനെയാണ് സാം മെൽബണിലെത്തിയതും സോഫിയയ്ക്കും മകനുമൊപ്പം താമസിക്കാൻ തുടങ്ങിയതും. എന്നാൽ ഓസ്ട്രേലിയയിലെത്തി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സോഫിയയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ സാം ശ്രദ്ധിച്ചു. അദ്ദേഹത്തോട് ഒരടുപ്പവും ഇല്ലാത്ത പോലെയാണ് സോഫിയ പെരുമാറുന്നത്. എന്തിനാണ് താൻ ഓസ്ട്രേലിയയിലേക്ക് വന്നത് എന്ന് പോലും സാം ചിന്തിച്ചു. സോഫിയയ്ക്ക് എന്തായാലും തൻ്റെ വരവ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് സാമിന് മനസ്സിലായി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ കാരണം അരുൺ കമലാസനൻ എന്ന വ്യക്തിയാണെന്ന് സാമിന് മനസ്സിലായി. അവനു വേണ്ടിയാണ് സോഫിയ ഓസ്ട്രേലിയയിലേക്ക് വന്നത്. സാം മരണപ്പെടുന്നതിന് 3 മാസം മുൻപ് അദ്ദേഹത്തിന് നേരെ ഒരു വധശ്രമം നടന്നിരുന്നു. അന്ന് സാമിൻ്റെ കാറിനകത്ത് ഒളിച്ചിരുന്ന അക്രമി അദ്ദേഹത്തെ കത്തി കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. സാമിനെ കൊലപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു അക്രമി കാറിനകത്ത് ഒളിച്ചിരുന്നത്. കഴുത്തിലും കവിളിലും എല്ലാം മുറിവേറ്റ സാം അക്രമം ചെറുക്കുകയും കഷ്ടിച്ച് രക്ഷപ്പെടുകയുമായിരുന്നു. സാം ആ സമയത്ത് അക്രമിയുടെ മുഖംമൂടി അഴിച്ചു മാറ്റുകയും അയാളുടെ മുഖം കാണുകയും ചെയ്തതാണ്. എന്നാൽ ഈ അക്രമവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടന്നപ്പോൾ അക്രമിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാണ് സാം മൊഴി നൽകിയത്. 3 മാസത്തിനു ശേഷം സാം കുടുംബസമേതം അവധിക്ക് കേരളത്തിലെത്തുകയും ചെയ്തു. വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകാറായപ്പോഴാണ് സാം അദ്ദേഹത്തിൻ്റെ അച്ഛനോടും കുടുംബാംഗങ്ങളിൽ ചിലരോടും അടുത്ത തവണ ഞാൻ ശവപ്പെട്ടിയിലായിരിക്കും തിരിച്ചു വരിക എന്നുള്ള രീതിയിൽ സംസാരിച്ചത്. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത് എന്ന് അവർ പലതവണ ചോദിച്ചിട്ടും സാം ഒന്നും തന്നെ തുറന്നു പറഞ്ഞില്ല. അവധി കഴിഞ്ഞ് തിരിച്ച് ഓസ്ട്രേലിയയിലെത്തിയ സാം 2 ദിവസത്തിനുള്ളിൽ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. സാം എബ്രഹാം അതെല്ലാം തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നൊരു പക്ഷേ അദ്ദേഹം ജീവനോടെ ഉണ്ടാകുമായിരുന്നു. സാം മരണപ്പെട്ട ഒക്ടോബർ 14 തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയെങ്കിലും ടോക്സിക്കോളജി ടെസ്റ്റിൻ്റെ റിസൾട്ട് പുറത്തു വരാൻ കുറച്ച് സമയമെടുത്തിരുന്നു. ആ റിസൾട്ട് പുറത്തു വന്നപ്പോൾ തന്നെ സാമിൻ്റെ മരണം ഹാർട്ട് അറ്റാക്ക് മൂലമല്ല എന്നും
അതൊരു കൊലപാതകമാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായിരുന്നു. കാരണം സാമിൻ്റെ ശരീരത്തിൽ അമിതമായ അളവിൽ സൈനൈഡിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഉറക്കഗുളികയായും പെയിൻ കില്ലറായുമെല്ലാം ഉപയോഗിക്കുന്ന ക്ലോണാസെപ്പാം എന്നൊരു മരുന്നും സാമിൻ്റെ ശരീരത്തിൽ എത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും ക്ലോണാസെപ്പാം കൊടുത്ത് സാമിനെ മയക്കി കിടത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ വായിലൂടെ സൈനൈഡ് കലർത്തിയ ഏതെങ്കിലും പാനീയം കൊടുത്തതായിരിക്കാം. അതാകാം ഈ കൊലപാതകത്തിനുള്ള കാരണം എന്ന് പോലീസ് നിഗമനത്തിൽ എത്തിച്ചേർന്നു. പോലീസ് ആകട്ടെ ഇതൊന്നും അറിഞ്ഞതായി നടിച്ചതേയില്ല. സോഫിയ തന്നെയായിരുന്നു പോലീസിൻ്റെ പ്രൈം സസ്പെക്റ്റ്. ഓസ്ട്രേലിയൻ പോലീസിൻ്റെ അന്വേഷണ രീതി തികച്ചും വ്യത്യസ്തമായിരുന്നു. അവർ സോഫിയയെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ തയ്യാറായില്ല. പകരം ഇന്ത്യയിൽ നിന്നും അവൾ തിരിച്ചു വന്ന ഉടനെ അവളുടെ ആക്ടിവിറ്റീസ് നിരീക്ഷിക്കുന്നതിനായി 3 ടീമിനെ നിയോഗിച്ചു. ആദ്യത്തെ ടീം സോഫിയ എങ്ങോട്ട് പോകുമ്പോഴും അവളെ ഫോളോ ചെയ്യും. രണ്ടാമത്തെ ടീം സോഫിയയുടെ എല്ലാ ഫോൺ കോളുകളും നിരീക്ഷിക്കും. മൂന്നാമത്തെ ടീം സോഫിയയുടെ ബാങ്ക് ട്രാൻസാക്ഷൻസും മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു രീതിയിലാണ് അന്വേഷണം നടന്നുകൊണ്ടിരുന്നത്. ഇത് 1-2 ദിവസത്തെ പരിശോധനയല്ല, മാസങ്ങളോളം പോലീസിന്റെ നിരീക്ഷണം തുടർന്നുകൊണ്ടേയിരുന്നു. സോഫിയയ്ക്കാണെങ്കിൽ ഇതൊന്നും അറിയില്ലായിരുന്നു. എല്ലാ ആഴ്ചയും സാമിൻ്റെ പാരൻസിനെ വിളിച്ച് സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന സോഫിയെ ആർക്കും സംശയമില്ല എന്നാണ് അവൾ ചിന്തിച്ചത്. ദിവസങ്ങൾ കടന്നു പോകുന്തോറും അന്വേഷണ സംഘം പ്രതീക്ഷിച്ചതുപോലെ തന്നെ സോഫിയയുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരാൻ തുടങ്ങി. സോഫിയയെ രഹസ്യമായി ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആദ്യത്തെ ടീം എല്ലാ ദിവസവും അവളൊരു ചെറുപ്പക്കാരനെ മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തി. തുടക്കത്തിൽ പരിചയക്കാർ ആരെങ്കിലും കാണുമോ എന്നുള്ള ഭയത്തിൽ ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒഴിവായി ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ വെച്ചായിരുന്നു മീറ്റ് ചെയ്തിരുന്നത്. ക്രമേണ ആളുകളെ ഫേസ് ചെയ്യാനുള്ള അവരുടെ ഭയം കുറഞ്ഞു തുടങ്ങി. മെൽബണിലെ മിക്ക ഹോട്ടലുകളിലും പാർക്കുകളിലും കഫേകളിലും എല്ലാം വെച്ചവർ കണ്ടുമുട്ടുകയും മണിക്കൂറുകളോളം സമയം ചെലവഴിക്കുകയും ചെയ്തു. ഇതേ സമയം രണ്ടാമത്തെ ടീം സോഫിയയുടെ ഫോൺ കോളുകളെല്ലാം നിരീക്ഷിച്ചപ്പോൾ അവൾ എല്ലാ ദിവസവും ഒരു നമ്പറിൽ വിളിച്ച് മണിക്കൂറുകളോളം സംസാരിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. ഇരുവരുടെയും എല്ലാ ഫോൺ കോളുകളും പോലീസ് ടാപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ ദൈർഘ്യം 100 മണിക്കൂറോളം ഉണ്ടായിരുന്നു. 5 മാസങ്ങൾക്ക് ശേഷം സാമിൻ്റെ ഉടമസ്ഥതയിലുള്ള കാർ സോഫിയ മറ്റൊരു പുരുഷന്റെ പേരിലേക്ക് മാറ്റിയതായും അരുൺ കമലാസനൻ എന്ന മറ്റൊരു ഇന്ത്യക്കാരൻ്റെ പേരിലേക്കാണ് ആ കാറിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റിയിരിക്കുന്നതെന്നും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്ന മൂന്നാമത്തെ ടീം കണ്ടെത്തി. ഇതേ വ്യക്തിയോടൊപ്പം തന്നെയാണ് സോഫിയ പുറത്ത് കറങ്ങി നടക്കാറുള്ളതും. മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കുന്നതും അതേ വ്യക്തിയോട് തന്നെയാണ്. അരുൺ കമലാസനു വേണ്ടിയിട്ടാണ് സോഫിയ സാമിനെ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഏതാണ്ട് പോലീസിന് മനസ്സിലായി. ആരാണ് ഈ അരുൺ കമലാസനൻ? അവനുമായുള്ള സോഫിയയുടെ ബന്ധം എന്താണ്? അതാണ് ഇനി പോലീസിന് അറിയേണ്ടത്. ഓസ്ട്രേലിയൻ പോലീസ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത് മിസ്റ്റർ ബിഗ് ടെക്നിക് എന്നൊരു ടെക്നിക്കാണ്. അതായത് ഒരു അണ്ടർ കവർ പോലീസ് ഓപ്പറേഷനാണത്. ഇതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം പോലീസുകാർ ഒരു വ്യാജ ക്രിമിനൽ സംഘം രൂപീകരിക്കും. അതിലെ അംഗങ്ങളെല്ലാം അണ്ടർ കവർ പോലീസ് ഓഫീസേഴ്സ് ആയിരിക്കും. ആ സംഘത്തിന് ഒരു തലവനുണ്ടായിരിക്കും. പോലീസുകാർക്കിടയിൽ അദ്ദേഹത്തിന് കോഡ് നെയിമാണ്, അതായത് മിസ്റ്റർ ബിഗ്. മിസ്റ്റർ ബിഗും സംഘവും ഏതെങ്കിലും രീതിയിൽ സസ്പെക്റ്റുമായി അടുപ്പം സ്ഥാപിക്കും. അവരുടെ ബന്ധം മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങളും നീളും. പതിയെ പതിയെ സസ്പെക്റ്റിൽ നിന്നും ഓരോ രഹസ്യങ്ങളായി ചോർത്തിയെടുക്കും. ഇതാണ് രീതി. നിരവധി അണ്ടർ കവർ ഓഫീസേഴ്സിനെ അതിനുവേണ്ടി അണിനിരത്തി. അരുൺ കമലാസനെയാണ് സംഘം ടാർഗറ്റ് ചെയ്തത്. അതിൽ തന്നെ അരുണുമായി സൗഹൃദം സ്ഥാപിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി. ഡാൻ എന്ന പേരിൽ പരിചയപ്പെടാനാണ് അദ്ദേഹത്തിന് നിർദ്ദേശം ലഭിച്ചത്. തുടർന്ന് നടത്തേണ്ട എല്ലാ നീക്കങ്ങളും മിസ്റ്റർ ബിഗ് എന്ന സംഘത്തലവൻ ഡാനുമായി പങ്കുവച്ചു. എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ തന്നെ കൃത്യമായി നടന്നു. അരുണുമായി ഡാൻ എവിടെ വെച്ച് പരിചയപ്പെടണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ കടമ്പ. കാരണം ഒരു സംശയത്തിനും ഇട നൽകാതെ വേണം കാര്യങ്ങൾ നീക്കാൻ. അതിനായി അരുണിന്റെ ഓരോ നീക്കങ്ങളും സംഘം വ്യക്തമായി നിരീക്ഷിച്ചു. അങ്ങനെയാണ് അരുൺ സ്ഥിരമായി പോകാറുള്ള ബാറിൽ വെച്ച് ഡാൻ അവനുമായി പരിചയപ്പെട്ടാൽ മതി എന്നുള്ള തീരുമാനത്തിലെത്തിയത്. ഡാൻ അത് കൃത്യമായി നടപ്പിലാക്കുകയും അരുണുമായി ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അതിനുശേഷം അരുണിന്റെ വീടിന്റെ പരിസരത്ത് വെച്ച് യാദൃശ്ചികമായി കണ്ടുമുട്ടിയതുപോലെ ഡാൻ വീണ്ടും അരുണിന്റെ മുന്നിലെത്തി. തൻ്റെ ബോസിന്റെ മകളെ കാണാനില്ല എന്നും അവളെ അന്വേഷിച്ചിറങ്ങി എന്നുമാണ് ഡാൻ അരുണിനോട് പറഞ്ഞത്. ശേഷം ആ പരിസര പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്താൻ ഡാനിനൊപ്പം അരുണും ചേർന്നു. അതവരുടെ ബന്ധം ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചു. അതിനോടകം ഡാൻ ഒരു ക്രിമിനൽ സംഘത്തിലെ അംഗമാണെന്നുള്ള കാര്യം അരുണിന് മനസ്സിലായി. എന്നാൽ ഇത് അരുണിൽ ഭയമല്ല ഉണ്ടാക്കിയത്. പകരം ഡാനുമായി കൂടുതൽ അടുക്കാനാണ് അവൻ ശ്രമിച്ചത്. തൻ്റെ ബോസിൻ്റെ പേര് ജോയ് എന്നാണെന്നും അദ്ദേഹത്തിന് പണം നൽകാനുള്ളവരിൽ നിന്നും പണം പിരിച്ചെടുക്കലാണ് തൻ്റെ ചുമതല എന്നും
താല്പര്യമുണ്ടെങ്കിൽ തന്നോടൊപ്പം ചേർന്നോളൂ എന്നും പറഞ്ഞ ഡാൻ അരുണിനെ അവരുടെ സംഘത്തിലേക്ക് ക്ഷണിച്ചു. തൻ്റെ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം ഡാനിനോട് തുറന്നു പറഞ്ഞതിന് ശേഷം അരുൺ ആ സംഘത്തോടൊപ്പം ചേരുകയും നിരവധി പണപ്പിരിവുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇവിടെ പണം കൊടുക്കാനുള്ളവരായി വേഷമിട്ടതും അണ്ടർ കവർ ഓഫീസേഴ്സ് തന്നെയായിരുന്നു. ഓരോ തവണയും $200 വീതം പ്രതിഫലം ലഭിക്കുക കൂടി ചെയ്തതോടെ അരുൺ ഡാനുമായി കൂടുതൽ അടുത്തു. അരുണുമായുള്ള ഓരോ കൂടിക്കാഴ്ചകളും വീഡിയോയായും ഓഡിയോയായും ഡാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കഴിയും തോറും പണപ്പിരിവെന്നുള്ളത് മയക്കുമരുന്ന് കടത്തലിലേക്ക് മാറി. അപ്പോഴും അരുൺ ഡാനിനോടൊപ്പം തുടർന്നു. വ്യാജമരുന്നുകളുടെ പാക്കറ്റുകൾ ഡാനും അരുണും ചേർന്ന് പല സ്ഥലങ്ങളിലേക്കും എത്തിച്ചു നൽകി. നഗരത്തിലെ പോലീസ് സംവിധാനങ്ങൾ ഉൾപ്പെടെ സംഘത്തലവൻ ജോയുടെ നിയന്ത്രണത്തിലാണെന്നും അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് മെൽബണിൽ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളൊരു പ്രതീതി ഓരോ ഓപ്പറേഷനിലൂടെയും ഡാൻ ഉണ്ടാക്കിയെടുത്തു. ഇതോടെ അരുണിൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. ഓസ്ട്രേലിയയിൽ ഇനി എന്ത് പ്രശ്നമുണ്ടായാലും അത് നേരിടാൻ തന്നെക്കൊണ്ട് കഴിയുമെന്നുള്ള ഒരു തോന്നൽ അവനുണ്ടായി. ഇതോടെ സ്റ്റുഡൻറ് വിസയിൽ ഓസ്ട്രേലിയയിൽ കഴിയുന്ന അരുൺ പെർമനന്റ് റെസിഡൻസി നേടിയെടുക്കാനുള്ള ശ്രമം തുടങ്ങി. അവൻ ഈ കാര്യം ഡാനിനെ അറിയിച്ചു. ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരും ജോയുടെ പരിചയക്കാരാണെന്നും അദ്ദേഹത്തോട് പറഞ്ഞ് PR വാങ്ങി തരാമെന്നും ഡാൻ അരുണിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അരുൺ അവൻ്റെ എല്ലാ രേഖകളും ഡാൻ കാണിച്ചു കൊടുത്ത ഒരു ഇമിഗ്രേഷൻ ഓഫീസറിന് കൈമാറി. ആ ഇമിഗ്രേഷൻ ഓഫീസറും ഒരു അണ്ടർ കവർ പോലീസ് ഓഫീസർ തന്നെയായിരുന്നു. അരുൺ ഡാനിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ദിവസം സംഘത്തലവൻ ജോ ഡാനിൻ്റെ ഫോണിലേക്ക് വിളിച്ച് അരുണിൻ്റെ PR അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു തടസ്സമുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നു. അതായത് മെൽബണിൽ നടന്നൊരു കൊലപാതകത്തിൽ അരുണിന് പങ്കുണ്ട് എന്ന സംശയത്തിൻ്റെ പുറത്ത് ഓസ്ട്രേലിയൻ പോലീസ് അരുണിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അതിനാൽ PR അപേക്ഷ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നുമാണ് ജോ ഡാനിനോട് പറഞ്ഞത്. ഡാൻ ഈ കാര്യങ്ങൾ മുഴുവൻ അരുണിനോട് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ജോയെ നേരിൽ കണ്ട് ഈ വിഷയത്തിൽ പരിഹാരം കാണാമെന്ന് അരുണിനെ പറഞ്ഞു വിശ്വസിപ്പിച്ച ഡാൻ അവനെയും കൂട്ടി കാറിൽ ജോയുടെ അടുത്തേക്ക് തിരിച്ചു. ആ യാത്രയിൽ അരുൺ കമലാസനൻ എന്ന ആ ക്രിമിനൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ ഡാനിനോട് തുറന്നു പറഞ്ഞു. ഡാൻ ആകട്ടെ രഹസ്യമായി അതെല്ലാം വീഡിയോയായും ഓഡിയോയായും റെക്കോർഡ് ചെയ്തു. ഇതോടെ മിസ്റ്റർ ബിഗ് എന്ന ഓപ്പറേഷൻ അവസാനിച്ചു. ഡാൻ അരുണുമായി എത്തിയത് സാം എബ്രഹാം മർഡർ കേസ് അന്വേഷിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുന്നിലേക്കായിരുന്നു. അന്ന് തന്നെ സോഫിയയും പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് അവരുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ഇരുവരുടെയും ഡയറികളിൽ നിന്നും അവർക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ചും ഈ കൊലപാതകത്തെക്കുറിച്ചുമുള്ള എല്ലാ സൂചനകളും പോലീസിന് ലഭിച്ചു. ഓൾറെഡി അരുൺ ഡാനിനോട് എല്ലാ കാര്യങ്ങൾ പറഞ്ഞതാണ്. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ സോഫിയയും കുറ്റസമ്മതം നടത്തി. യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. വർഷം 2003. അതായത് സാം എബ്രഹാം MBA പഠിക്കുന്നതിനായി തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലേക്കും സോഫിയ PG ചെയ്യുന്നതിനായി കോട്ടയം MG യൂണിവേഴ്സിറ്റിയിലേക്ക് മാറിയ സമയം. അവിടെ കോളേജിൽ സോഫിയയുടെ കൂടെ പഠിച്ച പയ്യനായിരുന്നു ഈ അരുൺ കമലാസനൻ. ആദ്യമെല്ലാം ഇരുവരും സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും പതിയെ പതിയെ അവരുടെ സുഹൃത്ബന്ധം പ്രണയമായി മാറി. അതായത് സോഫിയയും സാം എബ്രഹാമും വിവാഹം കഴിക്കാനുള്ള അവരുടെ തീരുമാനം നീട്ടിവെച്ച് നല്ലൊരു ജോലി കണ്ടെത്തുന്നതിനായി പഠനം തുടരാൻ തീരുമാനിച്ച സമയമായിരുന്നു അതെന്ന് ഓർക്കണം. അപ്പോഴാണ് സോഫിയ സാം അറിയാതെ മറ്റൊരുത്തനുമായി പ്രണയത്തിലാവുന്നത്. 2 വർഷത്തിനു ശേഷം പഠനം പൂർത്തിയാക്കി സാമും സോഫിയയും നാട്ടിൽ തിരിച്ചെത്തി. അരുൺ മറ്റൊരു ജോലി കണ്ടെത്തി പോവുകയും ചെയ്തു. അതിനുശേഷമാണ് സാം വിവാഹകാര്യം വീട്ടിൽ അവതരിപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ അച്ഛൻ എതിർപ്പ് പ്രകടിപ്പിച്ചതും. ഈ സമയത്താണ് സോഫിയ സാമിനെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയത്. അതിനുശേഷമാണ് അവരുടെ വിവാഹം നടന്നതും. എന്തിനു വേണ്ടിയാണ് സാമിനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് സോഫിയ വാശി പിടിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ സോഫിയയെ സംബന്ധിച്ചിടത്തോളം അരുണുമായുള്ള ബന്ധം കോളേജ് പഠനകാലത്തുള്ള ഒരു നേരം പോക്ക് മാത്രമായിരുന്നു. ഇത് പിന്നീട് സീരിയസ് ആയി മാറിയത് 6 വർഷങ്ങൾക്ക് ശേഷം 2011 അതായത് സാം എബ്രഹാം ഒമാനിലും സോഫിയ ബാംഗ്ലൂരിലും ജോലി ചെയ്യുന്ന സമയത്ത്. ബാംഗ്ലൂരിൽ തനിച്ചുള്ള ജീവിതം സോഫിയയെ വീണ്ടും അരുണുമായി അടുപ്പിച്ചു. ഫേസ്ബുക്കിലൂടെ അവർ വീണ്ടും ബന്ധം പുതുക്കി. അരുൺ നിരവധി തവണ സോഫിയെ കാണാൻ ബാംഗ്ലൂരിലെത്തി. ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു. അങ്ങനെ അവർക്കിടയിലെ ബന്ധം എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചു. ഒരു ഭർത്താവുണ്ട്, മകനുണ്ട് എന്നൊന്നും സോഫിയ ചിന്തിച്ചതേയില്ല. അരുണുമായുള്ള അവിഹിത ബന്ധം ദൃഢമായതോടെ സാമിൻ്റെ സാന്നിധ്യം പോലും സോഫിയ ആഗ്രഹിച്ചില്ല. ഇടയ്ക്കിടെ സാം ഒമാനിൽ നിന്നും ബാംഗ്ലൂരിലെത്തുന്നതും അവരെയും കൂട്ടി കൊല്ലത്തേക്ക് പോകുന്നതും എല്ലാം സോഫിയയ്ക്കൊരു ശല്യമായി മാറി. ഈ സമയത്താണ് സോഫിയ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ആ തീരുമാനത്തിൻ്റെ പിന്നിൽ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അരുൺ അടുത്തതായി ജോലിക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമായിരുന്നു ഓസ്ട്രേലിയയിലെ മെൽബൺ. അതിനാലാണ് 2012 സോഫിയ മകനുമായി ഓസ്ട്രേലിയയിലേക്ക് മാറിയത്.
എന്നാൽ അവരുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് അരുൺ ഓസ്ട്രേലിയയിൽ എത്തുന്നതിന് മുൻപ് തന്നെ സാം എബ്രഹാം ട്രാൻസ്ഫർ വാങ്ങി മെൽബണിലെത്തി. കാരണം അദ്ദേഹത്തിന് കുടുംബമായിരുന്നു പ്രധാനം. അവരെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് സാം ട്രാൻസ്ഫർ വാങ്ങി ഓസ്ട്രേലിയയിൽ എത്തിയത്. എന്നാൽ സാമിൻ്റെ ഈ തീരുമാനം സോഫിയെ അരിശം കൊള്ളിച്ചു. യാതൊരു ശല്യവുമില്ലാതെ കാമുകനൊപ്പം സമയം ചിലവഴിക്കാനായിരുന്നു അവളുടെ തീരുമാനം. 2013 ജൂലൈ മാസത്തോടെ അരുൺ കമലാസനൻ ഓസ്ട്രേലിയയിലെത്തി. അതിനുശേഷമാണ് സോഫിയയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ സാം ശ്രദ്ധിച്ചു തുടങ്ങിയത്. അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ സോഫിയയ്ക്ക് അരുണുമായുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ചും അവർ ഇടയ്ക്കിടെ പല സ്ഥലങ്ങളിൽ വെച്ച് കാണാറുണ്ട് എന്നതിനെക്കുറിച്ചും സാമിന് വിവരം ലഭിച്ചത്. ഇതേ ചൊല്ലി അവർക്കിടയിൽ വഴക്കായി. എന്നാൽ തനിക്കൊരു അബദ്ധം പറ്റിയതാണെന്നും ഇനി ഇത് ആവർത്തിക്കില്ല എന്നും പറഞ്ഞ് സോഫിയ കരഞ്ഞപേക്ഷിച്ചതോടെ സാം അവളോട് ക്ഷമിക്കാൻ തയ്യാറായി. കുടുംബം തകരുന്നതും ഈ വിവരം പുറത്തറിഞ്ഞാൽ ഉണ്ടാകുന്ന നാണക്കേട് ഒഴിവാക്കാനുമായിരുന്നു അദ്ദേഹം സോഫിയയ്ക്ക് മറ്റൊരവസരം കൂടി കൊടുത്തത്. 1-2 വർഷം അങ്ങനെ കടന്നുപോയി. എന്നാൽ സോഫിയയുടേത് ഒരു അഭിനയം മാത്രമായിരുന്നുവെന്നും അവളുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നും 2015 ജൂലൈ മാസത്തോടെ സാമിന് മനസ്സിലായി. കാരണം അന്നാണ് സാമിനെ ഒരു അജ്ഞാതൻ കാറിനകത്ത് വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അത് മറ്റാരുമായിരുന്നില്ല, അരുൺ കമലാസനൻ തന്നെയായിരുന്നു. പോലീസ് ചോദ്യം ചെയ്യലിൽ അരുൺ അത് സമ്മതിക്കുകയും ചെയ്തു. അപ്പോഴും ഇതെല്ലാം പുറത്തു പറഞ്ഞ് അരുണിനെ അറസ്റ്റ് ചെയ്യിക്കാനും സോഫിയയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനും സാമിന് അവസരമുണ്ടായിരുന്നു. മകനും അതുപോലെ കുടുംബത്തിനും ഉണ്ടാകുന്ന നാണക്കേട് ഓർത്തിട്ടാവണം ആ പാവ മനുഷ്യൻ ഒന്നും ചെയ്യാതിരുന്നത്. ഇനി തനിക്കധികം ആയുസ്സുണ്ടാകില്ല എന്നും എപ്പോൾ വേണമെങ്കിലും താൻ കൊല ചെയ്യപ്പെടാമെന്നും സാമിന് അന്ന് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അടുത്ത തവണ താൻ ശവപ്പെട്ടിയിലായിരിക്കും വീട്ടിലേക്ക് വരുന്നത് എന്ന് അദ്ദേഹം കുടുംബാംഗങ്ങളോട് പറഞ്ഞത്. ഒരു കൊലപാതക ശ്രമം പാളിയതോടെ അരുണും സോഫിയയും ഭയന്നു. സാം എല്ലാം തുറന്നു പറയുന്നതിന് മുൻപായി അവനെ കൊലപ്പെടുത്തണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് കേരളത്തിൽ പോയി തിരിച്ചെത്തിയാൽ ഉടൻ ഈ കൊലപാതകം നടത്താൻ അവർ പ്ലാൻ ചെയ്തത്. 2015 ഒക്ടോബർ 13 രാത്രി സാമിന് കുടിക്കാനായി കൊടുത്ത അവക്കാഡോ മിൽക്ക് ഷേക്കിൽ സോഫിയ ഉറക്ക ഗുളികകൾ പൊടിച്ചു ചേർത്തിരുന്നു. സാം മയങ്ങി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം സോഫിയ അരുണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ആ വീട്ടിലെത്തിയ അരുൺ സോഫിയയോട് ഒരു ഓറഞ്ച് ജ്യൂസ് കൂടി ഉണ്ടാക്കാൻ പറഞ്ഞു. അരുൺ കൊണ്ടുവന്ന സൈനൈഡ് ആ ഓറഞ്ച് ജ്യൂസിൽ കലർത്തിയതിനു ശേഷം മയങ്ങി കിടക്കുകയായിരുന്ന സാമിൻ്റെ വായിലൂടെ ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് സാം എബ്രഹാം മരണപ്പെടുന്നത്. അരുണും സോഫിയയും അറസ്റ്റിലായി 17 മാസങ്ങൾക്ക് ശേഷം, അതായത് 2018 ജനുവരി 29 ഈ കേസിലെ വിചാരണ ആരംഭിച്ചു. മിസ്റ്റർ ബിഗ് ടെക്നിക്കിലൂടെ അന്വേഷണ സംഘം കളക്ട് ചെയ്ത വീഡിയോ ആൻഡ് ഓഡിയോ റെക്കോർഡിങ്സും അരുണും സോഫിയയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന ഇരുവരുടെയും ഡയറി കുറിപ്പും എല്ലാം പ്രോസിക്യൂഷൻ തെളിവായി നിരത്തി. 6 മാസത്തോളം നീണ്ടുനിന്ന വിചാരണ നടപടികൾക്ക് ശേഷം 2018 ഒക്ടോബർ 16 കേസിലെ വിധി വന്നു. അരുൺ കമലാസനന് 27 വർഷവും സോഫിയയ്ക്ക് 22 വർഷവും ജയിൽ ശിക്ഷയാണ് കോടതി വിധിച്ചത്. ശിക്ഷാ കാലയളവിൽ ഒരു പരോളും അനുവദനീയമല്ല. വധശിക്ഷ നിരോധിക്കപ്പെട്ട രാജ്യമാണ് ഓസ്ട്രേലിയ. അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമപ്രകാരമുള്ള പരമാവധി ശിക്ഷ തന്നെയാണ് കോടതി പ്രതികൾക്ക് നൽകിയത്. അച്ഛൻ മരണപ്പെടുകയും അമ്മ ജയിലിലാവുകയും ചെയ്തതോടെ അവരുടെ മകൻ്റെ സംരക്ഷണം കോടതി സോഫിയയുടെ സഹോദരി സോണിയയ്ക്ക് നൽകുകയായിരുന്നു. എന്നാൽ പേരക്കുട്ടിയുടെ കസ്റ്റഡി തങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് സാമിൻ്റെ പാരൻസ് രംഗത്ത് വന്നിരുന്നു. ഇതോടെ കുട്ടിയുടെ കസ്റ്റഡി ഗ്രാൻഡ് പാരൻസിന് നൽകാൻ കോടതി അനുമതി നൽകി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസിൽ ഓസ്ട്രേലിയൻ പോലീസിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അത്രയും മികച്ചൊരു അന്വേഷണമാണ് അവർ കാഴ്ചവെച്ചത്. എന്താണ് ഈ കേസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു കേസുമായി വീണ്ടും കാണും വരേക്കും സുരക്ഷിതരായിരിക്കുക.